ആ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഡിലേ എന്ന് പറയുന്നത് ഇവിടെ ഈ മേഖലയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കുറെ കൂടി വിശദമായിട്ട് അറിയുന്നതാണ്. ഇവിടെ എല്ലാ മേഖലയിലും ഈ ഭൂമിയും ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമല്ല. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങൾ അന്നുമുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ട്. അന്ന് സർക്കാർ പറഞ്ഞ സന്നദ്ധ സംഘടനകളെ എല്ലാവരും വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തു. ആ ഘട്ടത്തിൽ പിന്നെ വാക്കാലുള്ള സംസാരങ്ങളിൽ അന്നത്തെ അധ്യക്ഷനും മറ്റുള്ള ആളുകളൊക്കെ സംസാരിച്ച ഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സർക്കാർ പ്രൊവൈഡ് ചെയ്യും, സന്നദ്ധ സംഘടനകൾ എത്രത്തോളം വീട് നിർമ്മിക്കാൻ തയ്യാറാകുന്നു അതെല്ലാം സ്വാഗതം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഭവന നിർമ്മാണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഭൂമി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയ കുറവ് സംഭവിച്ചു. അത് ഇവിടുത്തെ സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഭൂമി ഞങ്ങൾ പാർട്ടിയുടെ ഒരു ഭൂമി ഐഡന്റിഫൈ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും മുന്നോട്ട് പോകുന്നു. 1-2 ദിവസങ്ങൾക്കകം തന്നെ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് നിയമപരമായ സാധുതകൾ പരിശോധിച്ച് ആ ഭൂമി പാർട്ടി ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇവിടെ എന്തുകൊണ്ട് ഡിലേ വരുന്നു എന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു ഉത്തരവ് ഇറക്കാമായിരുന്നു. വയനാട്ടിലെ ജനത സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് വിധേയമാക്കപ്പെട്ട ജനതയാണ്. ആ ജനതയ്ക്ക് സഹായമായി കടന്നുവരുന്ന ഏത് സന്നദ്ധ സംഘടനകൾക്കും ഇവിടെ ഭവന നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്ന ഭൂമികളിൽ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരിന് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാമായിരുന്നു, ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാമായിരുന്നു. സർക്കാരിന്റെ ഏറ്റെടുത്ത ഭൂമിയിൽ മാത്രമാണ് ആ തീരുമാനം സർക്കാർ എടുത്തത്. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയും ഇത്തരത്തിൽ തോട്ടഭൂമി തന്നെയാണ്. അവിടെ സർക്കാരിന് അത് മറികടക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെയും പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനയുമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും നിയമക്കുരുക്കുകളിൽ നിന്ന് സ്വയം ഉത്തരവിറക്കി രക്ഷ നേടാൻ സാധിക്കുന്ന ആളുകളല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും. സംസ്ഥാന ഗവൺമെന്റിന് തുടക്കത്തിൽ വേണമെങ്കിൽ ഈ നാട്ടിലെ ജനതയോട് 400-ൽ പരം വീടുകളാണ് സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ആ ലിസ്റ്റിന് പുറത്തുപോയ തോട്ടം തൊഴിലാളികളായിട്ടുള്ള പാഡിയിൽ ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, സാങ്കേതികമായി പുറത്താക്കപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് കൂടി വീട് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഞങ്ങൾ സന്നദ്ധ സംഘടനകളെല്ലാം വീട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. അവ സർക്കാരിന് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഈ പറയുന്ന ഭൂമിയുടെ നിയമക്കുരുക്കിൽ നിന്നൊരു ഇളവ് നൽകാൻ ഒരു തീരുമാനമെടുക്കാമായിരുന്നു. അതെടുത്തില്ല. അത് സർക്കാർ എടുത്തില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഭൂമിയിലടക്കം പോയി അവിടെ അടക്കം പോയി തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായി. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ വീട് ഉയരുന്നതിന് മുമ്പ് മറ്റാരുടെയും വീട് ഉയരേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഡിലേക്ക് കാരണമായിട്ടുണ്ട്. പക്ഷെ അതിനെ ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസിന്റെ 100 വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രദേശത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ 30 വീടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. അത് ഒരു ടൌൺഷിപ്പായിട്ടാണ് പാർട്ടി തീരുമാനിക്കുന്നത്. ആ ടൌൺഷിപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ 30 വീടുകളടക്കമുള്ള 100 വീടുകൾ ഇവിടെ വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കും. അതുൾപ്പെടെയാണ്. ഓക്കെ.